ഹോ, എന്നാലും എന്തൊരു പെണ്ണാടാ അത്. ചോദിച്ചതിന് മറുപടി തരാമായിരുന്നില്ലേ? അതില്ല. എന്തൊരു ജാടയാ. വലിയ ലോകസുന്ദരിയാണെന്ന അവളുടെ ഭാവം. മീനു ദേഷ്യത്തോടെ അങ്ങനെ പറഞ്ഞത് കേട്ട് രാഹുൽ കുടകുടയെ ചിരിച്ചു. ഉണ്ണിക്കുട്ടനാണെങ്കിൽ ആകെ നിരാശനായി മുഖവും താഴ്ത്തി നിൽപ്പാണ്. എടാ ഉണ്ണി, നീ ഇങ്ങനെ വിഷമിക്കാതെ. നിനക്ക് വേറെ നല്ലൊരു പെണ്ണിനെ കിട്ടും കേട്ടോ, മീനു അവന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. ഇത് തന്നെയാ മീനു ചേച്ചി എല്ലാവരും പറയുന്നേ. ഇത് എൻ്റെ വിധിയായിരിക്കും, ഉണ്ണി നിരാശയോടെ പറഞ്ഞു. എന്താ മക്കളെ ഇവിടെ നിന്ന് ഒരു ചർച്ച? പെട്ടെന്നായിരുന്നു ആ ശബ്ദം. അവർ മൂന്ന് പേരും നോക്കിയപ്പോൾ രാഹുലിന്റെ അമ്മയായിരുന്നു അത്. അമ്മയെ കണ്ടതും രാഹുൽ അവിടെ നിന്ന് പരുങ്ങി. ഇതാരാ ഈ ചേച്ചി? മീനു ചോദിച്ചു. ചേച്ചി, ഇത് ഇവന്റെ അമ്മയാ. ഉണ്ണി പറഞ്ഞത് കേട്ട് മീനു ഞെട്ടി. ഷോ, ഇത് നിന്റെ അമ്മയാണോടാ? എന്തൊരു സുന്ദരിയാടാ. കണ്ടാൽ നിന്റെ ചേച്ചിയാണെന്നേ പറയൂ. മീനു രാഹുലിന്റെ കയ്യിൽ തട്ടിക്കൊണ്ട് പതി അങ്ങനെ പറഞ്ഞു. അമ്മേ, അമ്മ എന്താ ഇവിടെ? രാഹുലിന്റെ ചോദ്യം. ഞാൻ മാർക്കറ്റിലോട്ട് പോവാൻ അപ്പുറത്ത് ബസ് കാത്തു നിന്നപ്പോയാ നിങ്ങളെ കണ്ടത്. നിങ്ങൾ കോളേജിൽ പോകുന്നില്ലേ പിള്ളേരെ? അപ്പുറത്തല്ലേ ബസ്സിന് നിൽക്കണ്ടേ? പിന്നെന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? അമ്മ മൂന്ന് പേരെ മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് അമ്മേ, ഇതെൻ്റെ ചേച്ചിയാ. ഞാൻ ഇവന് എൻ്റെ ചേച്ചിയെ പരിചയപ്പെടുത്തി കൊടുത്തതാ. ചേച്ചി പോയിക്കോട്ടോ. ദേ, ബസ് വന്നല്ലോ. പോയിക്കോ ചേച്ചി, വൈകിട്ട് കാണാട്ടോ. ഉണ്ണി കള്ളം തട്ടി വിട്ടുകൊണ്ട് മീനുവിൻ്റെ കൈ പിടിച്ച് ബസ്സിനടുത്തേക്ക് ചെന്നു. എടാ മണ്ട, നീ എന്താ ഈ കാണിക്കുന്നേ? എനിക്ക് ബസ് കയറേണ്ടത് ഇവിടുന്നല്ല, അപ്പുറത്തെ സൈഡിൽ നിന്നാടാ, മീനു പതിയെ അവനോട് പറഞ്ഞു. അത് എനിക്കറിയാം ചേച്ചി, പക്ഷേ അവൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ഇതേ ഒരു വഴിയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പൂവാലനാണെന്ന് അവൻ അമ്മയോട് പറയാനും മടിക്കില്ല. അതാ അവൻ്റെ സ്വഭാവം. എടാ, എനിക്ക് ഓഫീസിലെത്താൻ ടൈം ആവുന്നു. ഓഫീസൊക്കെ എന്നും ഉണ്ടല്ലോ ചേച്ചി. ഇന്നൊരു ദിവസം എങ്ങോട്ടേലും പോയി കറങ്ങിയിട്ട് വാ എന്നും പറഞ്ഞ് അവൻ അവളെ ബസ് കയറ്റി വിട്ടു. ശേഷം അവൻ രാഹുലിൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ചെന്ന് ചിരിച്ചു കാണിച്ചു. നിന്റെ ചേച്ചിയാണോ മോനെ അത്? അമ്മയുടെ ചോദ്യം. ആ, അതെ അമ്മേ. ശരി. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും വേഗം കോളേജിൽ പോകാൻ നോക്ക് കേട്ടോ, ടൈം ആവുന്നു. ഞാൻ ഏതായാലും ഇവിടുന്ന് ഓട്ടോയിൽ പോകുക. അതും പറഞ്ഞ് അമ്മ ഓട്ടോയ്ക്ക് കൈ കാണിച്ച് അതിൽ കയറിപ്പോയി. എടാ, നീ മീനുവിനെ എങ്ങോട്ടാ കയറ്റി വിട്ടത്? ചന്ദ്രനിൽ. അല്ല പിന്നെ. ഇത്രയും കുറെ വിഷമിച്ചു. ഇനി ഞാൻ പൂവാലനാണെന്ന് കൂടി നീ അമ്മയോട് പറഞ്ഞുണ്ടാക്കണ്ട എന്ന് കരുതിയ. മനസ്സിൽ പെട്ടെന്നൊരു ബുദ്ധി തോന്നി, അത് ചെയ്തു, അത്ര തന്നെ. വാ, കോളേജിൽ പോകാം. ഉണ്ണി അതും പറഞ്ഞ് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കവേ രാഹുലും പിന്നാലെ ചെന്നു. അങ്ങനെ അവർ കോളേജിലെത്തി. പെട്ടെന്ന് രാഹുലിൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അവൻ എടുത്തു നോക്കി. എടാ മീനുവാ. അത് കേട്ട് ഉണ്ണി പറഞ്ഞു. എടാ എന്നെ എടുക്കേണ്ട, അവൾ ചീത്ത പറയാൻ വിളിക്കുന്നതാ. എടാ എന്നാലും ഒരെന്നാലുമില്ല, നീ ഫോൺ എടുക്കേണ്ട. അങ്ങനെ രാഹുൽ ഫോൺ എടുത്തില്ല. പെട്ടെന്ന് അവളുടെ മെസ്സേജ് വന്നു. എടാ ചതിയന്മാരെ, നിനക്കൊക്കെ കാണിച്ചു തരാടാ ഞാൻ. ഇന്ന് എനിക്ക് ലീവാക്കേണ്ടി വന്നു. മുൻപേ പറയാതെ ലീവ് എടുത്തതിന് മാനേജർ എന്നെ ചീത്ത പറഞ്ഞു. നിനക്കൊക്കെ ഞാൻ നല്ല പണി തരുന്നുണ്ട് കേട്ടോ. രാഹുൽ ആ മെസ്സേജ് വായിച്ച് ഉണ്ണിയോട് പറഞ്ഞു. ആ, എടാ അത് വിട്. അത് നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് അവളെ സോപ്പിടാം. ഇപ്പോൾ ക്ലാസ്സിൽ കയറാം, സമയമായി, ഉണ്ണി പറഞ്ഞു. അങ്ങനെ അന്ന് വൈകിട്ട് ടീച്ചർമാർക്ക് എന്തോ മീറ്റിംഗ് ഉണ്ടായിരുന്നത് കൊണ്ട് കോളേജ് 2 മണിക്കൂർ നേരത്തെ വിട്ടായിരുന്നു. കൂടുതൽ വായി നോക്കാനൊന്നും നിൽക്കാതെ രാഹുൽ നേരെ വീട്ടിലേക്ക് ചെന്നു. അവൻ കതക് തുറന്ന് അകത്ത് കയറി. അമ്മ ഹാളിലിരുന്ന് TV കാണുമായിരുന്നു. ഹാ, ഇന്ന് നേരത്തെ വന്നോ? അതെ അമ്മേ, ഇന്ന് നേരത്തെ വിട്ടു. ഉം, നീ ഇന്ന് ശരിക്കും കോളേജിൽ പോയിട്ടുണ്ടല്ലോ അല്ലേ? പോയി അമ്മേ. ശരി ശരി, വാ, ചായ ഉണ്ടാക്കി തരാം. നീ കുളിച്ചേച്ചും വാ. അതും പറഞ്ഞ് അമ്മ സോഫയിൽ നിന്നും എണീറ്റ് അടുക്കളയിലേക്ക് ചെന്നു. രാഹുൽ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് ചെന്നു. ചായക്ക് കടിയൊന്നുമില്ല അമ്മേ. കടിയോ? ആ, ഒരു തണ്ണിമത്തങ്ങ വാങ്ങിയായിരുന്നു, അതെടുത്ത് വേങ്ങിക്കോ. അതും പറഞ്ഞ് അമ്മ ചിരിച്ചു. ഓ, ഒരു തമാശ. അമ്മ മാർക്കറ്റിൽ പോയതല്ലേ, എന്നിട്ടൊന്നും വാങ്ങിയില്ലേ? എനിക്ക് ലീവുള്ള ദിവസം പോകാമായിരുന്നില്ലേ? അപ്പോൾ എനിക്കും എന്തെങ്കിലും വാങ്ങാലോ, അവൻ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. ഓ, ഇനി അതിന് പിണങ്ങണ്ട. നീ ഫ്രിഡ്ജ് തുറന്ന് നോക്ക്. നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ചായക്ക് നിന്റെ ഫേവറേറ്റ് ബേക്കറി പലഹാരങ്ങളും വാങ്ങി. അതും പറഞ്ഞ് അമ്മ പലഹാരങ്ങൾ പാത്രത്തിൽ വെച്ച് അവന് കൊടുത്തു. രാഹുൽ വേഗം ചെന്ന് ഫ്രിഡ്ജ് തുറന്നു നോക്കി. കൂൾ ഡ്രിങ്ക്സ്, ബ്രെഡ്, ജാം തുടങ്ങി അവൻ്റെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ഹാപ്പിയായി. അമ്മേ,
അമ്മയാണ് അമ്മേ എൻ്റെ അമ്മ. ഓ, അവൻ സന്തോഷത്തോടെ ചായയും പലഹാരങ്ങളും കഴിക്കാനിരുന്നു. പെട്ടെന്നാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയത്. ആരാടാ അത്? ചെന്ന് നോക്ക്. ഹാ, അതവിടെ കിടന്ന് ഒച്ചയിടട്ടെ, ഞാനിതൊന്ന് കഴിക്കട്ടെ അമ്മേ. വീണ്ടും വീണ്ടും റിങ് ചെയ്തപ്പോൾ അമ്മ പറഞ്ഞു, എടാ ഞാൻ എടുക്കാം. അതും പറഞ്ഞ് അമ്മ ചെന്ന് ഫോൺ എടുത്തു. മീനു. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് വായിച്ചതും അവൻ ഞെട്ടി. എടാ, ഒരു മീന് വിളിക്കുന്നു. അമ്മേ ഇങ്ങെത്താ, ഞാൻ എടുക്കാം എന്നും പറഞ്ഞ് അവൻ ഓടിച്ചെന്ന് ഫോൺ എടുത്തു. ഹലോ. എടാ, നിനക്കെന്താ ഫോൺ എടുക്കാനൊരു മടി? അവളുടെ ദേഷ്യത്തോടെയുള്ള ചോദ്യം. എടി, അത് ഞാൻ ചായ കുടിക്കുമായിരുന്നു. ഓഹോ, അപ്പോൾ നിനക്ക് അതിനൊക്കെ സമയമുണ്ടല്ലേ? ഒന്ന് തിരിച്ചു വിളിക്കാനും മെസ്സേജ് അയക്കാനും മാത്രം സമയമില്ല അല്ലേ? എടി, അത് ഞാൻ നിന്നെ വിളിക്കാനിരിക്കുമായിരുന്നു. ഉവ്വ, വിളിക്കാനിരിക്കുമായിരുന്നു പോലും. അവൻ്റെ ഒരു എടാ, നിങ്ങളൊക്കെ കാരണം എനിക്കിന്ന് ജോലിക്ക് പോകാൻ പറ്റിയില്ല. മാനേജറുടെ ചീത്തവിളി മൊത്തം കേൾക്കേണ്ടി വന്നു. ഇനി എന്തെങ്കിലും അത്യാവശ്യത്തിന് പോലും ലീവ് ചോദിച്ചാൽ അയാൾ തരില്ല, അറിയോ? ഷോ, ആണോ? സോറി ഡി. അത് ഉണ്ണിക്കുട്ടൻ ചെയ്ത പണിയാ. ഞാൻ കരുതിയോ അവൻ അങ്ങനെ ചെയ്യുമെന്ന്. ഹാ, അത് പോട്ടെന്ന് വെക്കാം. പക്ഷേ നീ എന്നെ അവോയ്ഡ് ചെയ്തത് എന്തിനാ? ഞാൻ വിളിച്ചപ്പോഴും ഫോൺ എടുത്തില്ല, മെസ്സേജ് അയച്ചപ്പോഴും റിപ്ലൈ ചെയ്തുമില്ല. അവൾ പരിഭവപ്പെട്ടു. മീനു, സോറി കേട്ടോ. നിന്റെ ദേഷ്യം മാറാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? അവൻ അമ്മ ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ആ, അതൊക്കെ പറയാം. ഏതായാലും നാളെ നീ വരുമല്ലോ, അപ്പോൾ പറയാം. അപ്പോൾ ശരി. അവൻ ഫോൺ വെച്ചു. അവൻ അടുക്കളയിൽ ചെന്ന് ചായയും പലഹാരങ്ങളും കഴിക്കാൻ തുടങ്ങി. ആരായിരുന്നു ഫോണിൽ? പുതിയ ലൈൻ വല്ലതുമാണോ? പെട്ടെന്നുള്ള അമ്മയുടെ ചോദ്യം കേട്ട് അവന് ചുമ വന്നു പോയി. എന്താടാ, തലയിൽ കയറിയോ? ചായ കുടിക്കും. അത് അമ്മേ, അത് ലൈനൊന്നുമല്ലാട്ടോ. എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചതായിരുന്നു. ഓ, പിന്നെ ഒരു കൂട്ടുകാരൻ. കൂട്ടുകാരൻ്റെ കോളായിരുന്നെങ്കിൽ നീ അങ്ങനെ പാത്തും പതുങ്ങിയും സംസാരിക്കാറില്ലല്ലോ കുട്ടാ. അമ്മയുടെ കള്ളച്ചിരിയോടെയുള്ള ചോദ്യം കേട്ട് അവൻ ഉത്തരം മുട്ടി. പെട്ടെന്നാണ് വീണ്ടും ഫോൺ റിങ് ചെയ്തത്. ഷേ, ഇതെന്തൊരു കഷ്ടമാ. ഇനി അടുത്തത് ആരാണാവോ? അവൻ ഒച്ച വെച്ചു. എടാ, നീ എന്തിനാ മൊബൈൽ ഫോൺ അവിടെ സോഫയിൽ ഇട്ടിട്ട് പോന്നത്? നിനക്കത് ഇവിടെ തന്നെ വെക്കാൻ മേലെ? ഇതൊരുമാതിരി ലാൻഡ് ഫോൺ പോലെ. അമ്മ പെറുപെറുത്തു. അപ്പോഴേക്കും അവൻ ചെന്ന് ഫോൺ എടുത്തു. ഉണ്ണിയാണല്ലോ. ഇനി ഇവൻ എന്ത് പ്രശ്നമാണാവോ? അതും ചിന്തിച്ച് അവൻ കോൾ എടുത്തു. എടാ ഉണ്ണി, നീ വീട്ടിലെത്തിയോ? ഹാ, ഇപ്പൊ എത്തിയതേയുള്ളൂ. എടാ, ഒന്നിനും ഒരു മൂഡില്ലടാ. ഷെടാ, നിനക്കിതെന്ത് പറ്റി? എടാ, എവൾ എടാ അശ്വതി. എന്നാലും ഒരു മറുപടിയും പറയാതെ പോയി കളഞ്ഞില്ലേ? അപ്പോൾ അവൾക്ക് എന്നോട് ഇഷ്ടമില്ലേ? ഇനി അവൾക്ക് നാണം ഉള്ളത് കൊണ്ടായിരിക്കുമോ ഒന്നും മിണ്ടാതെ പോയത്? ഉണ്ണിയുടെ സംശയം. അവൻ്റെ ചോദ്യം കേട്ട് രാഹുലിന് ദേഷ്യം വന്നു. എടാ, നിനക്ക് ഈ ചിന്ത മാത്രമേയുള്ളോ? എടാ, മറക്കാൻ പറ്റുന്നില്ലടാ, അതാ. മറക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ ഷേ, എന്നെക്കൊണ്ട് പറയിപ്പിക്കേണ്ട. പലഹാരവും കഴിക്കാൻ സമ്മതിക്കില്ല നീയൊന്നും. എടാ, നിനക്ക് എവിടുന്നാടാ സംസാരിച്ചാൽ തിരിച്ച് ഒരു തേങ്ങയും മറുപടി പറയാത്ത അവൾമാരെ കിട്ടുന്നേ? എനിക്കൊന്നുമില്ലല്ലോ ഈ പ്രശ്നം. നീ ആ അശ്വതി ഒഴിവാക്കി വേറെ ആളെ നോക്കടാ. രാഹുൽ അത്രയും പറഞ്ഞതും ഒരു നിമിഷം മൗനമായി നിന്ന ഉണ്ണി പറഞ്ഞു. എടാ, എന്നാ അശ്വതിയുടെ അനിയത്തി ആരതിയെ നോക്കിയാലോ? അത് കേട്ട് രാഹുൽ ഞെട്ടി. ഏ, അവളുടെ അനിയത്തിയോ? എടാ, അത് നിനക്ക് വിഷമമാവില്ലടാ? രാഹുലിൻ്റെ ചോദ്യം. ഓ, എന്തോന്ന് വിഷമം? വേറെ വഴിയില്ലല്ലോ. എനിക്ക് പ്രേമിക്കാൻ ഒരാളെ കിട്ടിയാൽ മതി എന്നേ ഉള്ളൂ. ഉണ്ണി അത്രയും പറഞ്ഞത് കേട്ടപ്പോൾ വീണ്ടും ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം രാഹുൽ പറഞ്ഞു. എടാ, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞാൻ മീനുവിനെ ലൈനാക്കി തരട്ടെ. ഏ, ഏത് മീനു? മീനു ചേച്ചിയോ? ആ, അതേടാ. എടാ, അത് നിന്റെ ലൈനല്ലേ? ഓ, എനിക്കിപ്പോൾ ഒരു മൂഡില്ലടാ. അവൾ ചെറിയ കാര്യത്തിന് വരെ പരാതിയും പരിഭവവും. ഞാൻ അവളെ ഒഴിവാക്കാൻ പോകുക. ഹോ, എടാ, ഇത്ര പെട്ടെന്നോ? അപ്പോൾ നീ വേറെ ആരെയോ കണ്ടുവെച്ച് കാണുമല്ലോ, അല്ലാതെ നീ ഒഴിവാക്കാറില്ലല്ലോ? ഏയ് ഇല്ലടാ, ആരെയും കണ്ടുവച്ചിട്ടൊന്നുമില്ല. ഇനി കണ്ടുപിടിക്കണം. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എങ്കിലും നമുക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ കണ്ടെത്തണമല്ലോ. രാഹുൽ എന്തോ വലിയ ദൗത്യം ഏറ്റെടുത്ത് ചെയ്യുന്ന ഭാവത്തിൽ പറഞ്ഞു. എടാ, നിന്റെ സംസാരം കേട്ടാൽ തോന്നും നീ ഇതുവരെ ആരെയും പ്രേമിച്ചിട്ടുമില്ല, നിനക്ക് പ്രേമിക്കാൻ ആരെയും കിട്ടിയിട്ടുമില്ലെന്ന്. എടാ, നീ ഒരു വർഷം ഒരു 10-20 പേരെയെങ്കിലും വളച്ചിട്ടുണ്ടാവില്ലേ? ഉണ്ണിയുടെ ചോദ്യം കേട്ട് അവനൊന്ന് ചമ്മി. എടാ, അത് പിന്നെ ഇഷ്ടം തോന്നിയിട്ടാ പ്രേമിക്കുന്നേ. പക്ഷെ പിന്നീട് ബോറടിക്കും, അപ്പോൾ ഒഴിവാക്കും. അങ്ങനെ വേറെ ആളെ നോക്കേണ്ടി വരും. അതാണ് കാര്യം. അല്ലാതെ വേറൊന്നുമില്ലടാ. ഞാൻ പിന്നെ ആരെയും ചതിക്കുന്നൊന്നുമില്ലല്ലോ.
ഓഹോ, നിനക്ക് പറയാൻ പിന്നെ ഓരോ ന്യായങ്ങളുണ്ടല്ലോ. ഉള്ളവനറിയില്ലല്ലോ ആരും ഇല്ലാത്തവന്റെ വിഷമം, ഉണ്ണി നിരാശയോടെ പറഞ്ഞു. ഹാ, എടാ നീ ഇങ്ങനെ വിഷമിക്കല്ലേ, ഹാപ്പി ആയിട്ടിരിക്കടാ. നിനക്ക് ഞാൻ മീനുവിനെ ലൈനാക്കി തരാം, പോരെ? ഓ, മീനു എനിക്ക് ചേച്ചിയെ പോലെയാടാ. ഏ, ഇപ്പൊ അങ്ങനെ ആയോ? നീ മുൻപ് അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. ഹാ, ഇപ്പൊ അങ്ങനെയൊക്കെ ആയടാ. അപ്പൊ ശരി, നമുക്ക് നാളെ കോളേജിൽ കാണാട്ടോ. നീ ചെന്ന് ചായയും പലഹാരവും കഴിക്ക്. അതും പറഞ്ഞ് ഉണ്ണി ഫോൺ വെച്ചു.